മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് രാജീവ് വന്നിറങ്ങുവാണ്. വീട്ടിലാണെങ്കിൽ എല്ലാവരും വലിയ കൂടിയാലോചന നടത്തിയാണ് എങ്ങനെ ഹരിയെയും രോഹിത്തെയും പുറത്തിറക്കാം. കമലയാണെങ്കിൽ ഇപ്പോഴും രോഹിത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രോഹിത്ത് കാരണമാണ് തൻ്റെ മോൻ ചീത്തയായത്, രോഹിത്താണ് നശിപ്പിച്ചതെന്നും പറഞ്ഞ് ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ രോഹിത്തിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനു പറയുന്നുണ്ട്, അമ്മ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, അമ്മയ്ക്ക് നാണമില്ലേ ഇപ്പോഴും അവനെ ഇങ്ങനെ ന്യായീകരിച്ച് സംസാരിക്കാൻ എന്നും പറഞ്ഞിട്ട് മനു ആണെങ്കിൽ കമലയായിട്ട് വഴക്കെടുക്കുകയാണ്. അപ്പം ശിവൻ പറയാണ്, നിങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടുണ്ട് നടന്നെന്നും പറഞ്ഞ് ഇതിനൊരു പരിഹാരം ആവത്തില്ലല്ലോ, എങ്ങനെ അവരെ പുറത്തിറക്കണം അതാ വേണ്ടുന്നത് എന്ന് പറയാണ്. അപ്പം മനു പറയണം, അച്ഛൻ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല എന്ന് പറയണം. അപ്പോഴാണ് ഒരു കാറ് കൊണ്ട് നിർത്തുന്ന സൗണ്ട് കേട്ട് മനു പുറത്തേക്ക് ഇറങ്ങിച്ച് നോക്കുമ്പോഴത്തേക്ക് രാജീവ് എത്തിയേക്കാണ്. രാജീവ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വന്നിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. അവർ രണ്ടുപേരും സെല്ലിൽ തന്നെ കിടക്കുക എന്നുള്ള കാര്യം ബാക്കിയുള്ള കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞിട്ടാണ് രാജീവ് വരുന്നത്. ഇപ്പം വന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് രാജീവും വരുന്നത്. അപ്പം മനു ചോദിക്കാണ്, കൊച്ചച്ഛൻ വരുന്ന വഴിയാണോ? ആണ്, ഞാൻ നേരെ ഇങ്ങോട്ട് പോരുന്നു. ഇവിടെയല്ലേ ഇപ്പം ഓരോരോ പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ട് കിടക്കുന്നത്, അപ്പോൾ ഇങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ട് പോകാനാ എന്നും പറഞ്ഞുകൊണ്ട് നേരെ രാജീവ് അകത്തേക്ക് എല്ലിയാണ്. അകത്ത് ശിവനും കമലയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ കമലയ്ക്കാണെങ്കിൽ രാജീവിനെ കണ്ടപ്പോൾ ഒരാശ്വാസമായി. കാരണം മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചടക്കും രാജീവിനുണ്ടായതുകൊണ്ട് രാജീവിനെ കണ്ട ഉടനെ കമല പറയാണ്, രാജീവേ, ഹരിയെയും രോഹിയും ഇപ്പം പോലീസ് സ്റ്റേഷനില്ല, എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം. ഇവനോട് എന്തൊക്കെ പറഞ്ഞിട്ടും ഇവൻ ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അലീനയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ഇവൻ ഓടിപ്പോകാൻ ഒരുങ്ങിയതാണ്. പക്ഷേ ഇപ്പം സ്വന്തം അനിയനും ഒരു പ്രശ്നം വന്നപ്പോൾ അവന് പോകാനോ കാണാനോ ഒന്നും വയ്യ എന്ന് പറയുകയാണ്. അപ്പം ഏട്ടത്തി ഒന്ന് അടങ്ങിയിരിക്കുക, എന്താ കാര്യം, കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് രാജീവ് പറയുന്നുണ്ട്. അത് ശിവൻ പറയാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലടാ, ഇത് ആ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞില്ലെന്ന് അറിയാൻ കഴിഞ്ഞ്, യവന്മാർ 4 പേരുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ് എന്ന് പറയണം. അപ്പോൾ കമല പറയണേ, അതൊക്കെ ചുമ്മാ കള്ളക്കേസ്, അവർക്കൊക്കെ കാശ് കിട്ടാൻ വേണ്ടിയുള്ള, ഇവനെ കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. കാശുള്ള ആൺപിള്ളേരെ കൊടുക്കാൻ ചില പെൺപിള്ളേർ ചെയ്യുന്ന ഒരു പരിപാടി, അത്രേ ഉള്ളെന്ന് കമല പറയാണ്. മനു പറയാണ്, അമ്മ ഒന്ന് മിണ്ടാതിരിക്കുന്നതേ നല്ലത് കേട്ടല്ലേ എന്നും പറഞ്ഞിട്ട് ദേഷ്യല്ലാണ്. എൻ്റെ നിയന്ത്രണം വിട്ട് കഴിഞ്ഞാൽ ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോകും എന്ന് മനു അങ്ങ് ചൂടാവുകയാണ്. അപ്പോൾ രാജീവ് പറയാണ്, ഒന്ന് മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് മനുവിനെ വഴക്ക് പറയുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഇവിടെ ഇരുന്ന് ഇതൊന്നും ആലോചിച്ചിട്ടൊരു കാര്യമില്ല, ഒരു വക്കീലിനെ കണ്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അറിയണം എന്ന് രാജീവ് പറയണം. അപ്പം മനു പറയണം, വക്കീലിനെയൊക്കെ കണ്ട് കൊച്ചച്ച, അവർ പറയുന്നത് ജാമ്യം കിട്ടാൻ ഒരു വഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം കമല പറയാണ്, തെളിവെടുപ്പിനെന്നും പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുന്നിലിട്ടും അവന്മാരെ ഹരിയെ ഒത്തിരി തല്ലിയെന്ന് പറയുകയാണ്. എന്നിട്ട് രാജീവ് ചോദിക്കുകയാണ്, ബാലചന്ദ്രൻ ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിക്കണം. അപ്പം മനു പറയാണ്, എന്ത് ചെയ്യാനാ, അങ്കിളാണെങ്കിൽ അങ്കിളിൻ്റെ മുമ്പിലിട്ട് രോഹിത്തിനെ അടിച്ച്, അങ്ങനെ അങ്കിളിന് സുഖമില്ലാതായി, ഇപ്പം ഐസിയുവില്ല, ഹോസ്പിറ്റലില്ല. അങ്കിൾ എന്താ ചെയ്യാനാ, അങ്കിളിൻ്റെ അവസ്ഥ ഇത് തന്നെ, വക്കീലിനെ ഏർപ്പാടാക്കി പുറത്തിറക്കാൻ പറ്റത്തില്ല, ജാമ്യം കിട്ടത്തില്ലെന്ന് ഉറപ്പുള്ള കാര്യമില്ലേ എന്ന് പറയാണ്. അപ്പം രാജീവ് പറയാണ്, എന്നും പറഞ്ഞ് നമുക്കിവിടെ നോക്കിയിരിക്കാൻ പറ്റും, നമുക്ക് നേരെ കോടതിയിലേക്ക് ചെല്ലാം എന്ന് പറയാണ്. അപ്പോൾ മനു പറയാണ്, അങ്ങോട്ട് ഓടി ചെല്ല്, ഇപ്പം ചെല്ലുമ്പോഴേ അവിടെ ഒരു 500 ആൾക്കാർ കാണും, അവരെല്ലാവരും കൂടെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഉറുമ്പ് ഞെരടുമല്ലോ, ഉറുമ്പിൻ്റെ ഞെരടുന്ന പോലെ നമ്മളെല്ലാവരും കൂടെ അവർ ശരിയാക്കുമെന്ന് പറയാണ്. അപ്പം ശിവശങ്കർ പറയാണ്, എന്നും പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുമോടാ മനു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജീവ് പറയാണ്, നമ്മളെ 2 പിള്ളേരാണ് അവിടെ കിടക്കുന്നത്, അങ്ങനെ ഒന്നും ചെയ്യാതെ കൈകെട്ടി നോക്കിയിരിക്കാൻ പറ്റത്തില്ല, അവർക്ക് ആരുമില്ലെന്ന് ഒരു തോന്നൽ ആർക്കും വേണ്ട എന്ന് പറയാണ്. അപ്പോൾ മനു പറയാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, കൊച്ചച്ഛനും അച്ഛനങ്ങളോട് ഓടി അങ്ങോട്ട് ചെല്ല്, ഇപ്പോൾ അവരെ വായിരിക്കുന്ന എല്ലാം കേൾക്കാൻ ഓടിച്ചെന്ന് കേൾക്കാൻ പറയാണ്. പോലീസുകാർ നിങ്ങളെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറയുമെന്ന് മനു പറയുന്നുണ്ട്. പക്ഷെ രാജീവാണെങ്കിൽ ഇല്ല, പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഇപ്പോൾ ഹരി ഇറക്കാമെന്നുള്ള രീതിയിൽ പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്. അപ്പോൾ കമലയും പറയുന്നുണ്ട്, എന്തായാലും പോയെന്ന് അന്വേഷിക്കുക, എന്തായാലും ആരും നമ്മളെ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലേ, നിങ്ങൾ ചെന്ന് അന്വേഷിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ശിവനെയും രാജീവിനെയും പറഞ്ഞു വിടാൻ ഒരുങ്ങുവാണ്. മനു ആണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ വരത്തില്ല, നിങ്ങൾ തന്നെ പോയി അവരെ വായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേട്ടിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശിവനും രാജീവും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങിയാണ്. ഇവിടെയാണെങ്കിൽ രോഹിത്തിനെയും ഹരിയെയും മറ്റോ 4 പേരെയും കൂടെ വീട്ടിലേക്ക് തെളിവെടുപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. ശരണ്യെ കൊണ്ടുവന്ന വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പോലീസാണെങ്കിൽ അകത്ത് വന്ന് ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അവർക്കാണെങ്കിൽ നീ എന്തൊക്കെ ചെയ്ത്, നീ എവിടെയൊക്കെ കൊണ്ടുപോയി എന്നൊക്കെ ഉള്ള ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഹരിയെ കൊണ്ട് എല്ലാത്തിനും ഉത്തരം പറയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ വെച്ചാണ് മയക്ക് ഗുളിക കൊടുത്തതെന്ന് ചോദിക്കണം. അല്ല, വരുന്ന വഴിയിൽ വെള്ളം കൊടുത്തത്, അതിനകത്ത് ഞാൻ മയക്ക് കൂടി കലക്കിയിരുന്നു എന്ന് ഹരി പറയുന്നുണ്ട്.
അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം വീട്ടിൽ ജ്യൂസ് കൊടുത്തു, അതിനകത്തും ഉണ്ടായിരുന്നു എന്ന് ഹരി കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം കേട്ടതിന് ശേഷം പോലീസാണെങ്കിൽ ഹരി എടുത്തിട്ട് നല്ല ഇടി കൊടുക്കുന്നുണ്ട്. ഇടി കൊടുത്തിട്ട് ചോദിക്കുകയാണ്, നിന്നെ സ്നേഹിച്ച് വിശ്വസിച്ച് നിൻ്റെ കൂടെ വന്ന പെണ്ണിനെ നീ നിൻ്റെ കൂട്ടുകാർക്ക് കൂടെ കൊടുത്തോടാ എന്നും പറഞ്ഞുകൊണ്ട് ഹരി നല്ല പഞ്ഞിക്കിടുന്നുണ്ട് എസ് ഐ. ഇതൊക്കെ കാണുന്ന രോഹിത് ഒന്നും മിണ്ടാതെ പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. രോഹിത്തിന് ആകെപ്പാടെ ഭയന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് രോഹിത്താണെങ്കിൽ ഇതൊക്കെ കണ്ട് ഭയന്ന് അവിടുന്ന് പോയതിന് ശേഷം ശരത്തിനോട് കാണിച്ച ക്രൂരത ഓരോന്നായി എസ് ഐ ആണെങ്കിൽ ഹരിയെ കൊണ്ട് പറയിപ്പിച്ച് ഹരി പറയുന്നത് കേട്ട് ആകെപ്പാടെ ഞെട്ടി പേടിച്ച് നിൽക്കുകയാണ് രോഹിത്ത്. അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് ഇവന്മാരെ ആ പെൺകുട്ടിയോട് പെരുമാറിയെന്ന് രോഹിത്തിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം രോഹിത്തും കൂട്ടുനിന്നാണ്. അവസാന നിമിഷമാണ് രോഹിത്ത് അവിടുന്ന് പോകുന്നത്. അതുകൊണ്ട് രോഹിത്തും ഇതിന് കൂട്ടുപ്രതി തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് കടന്ന് ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവന്മാരെ പുറത്തേക്ക് ഇടുക, അവന്മാരെ ഞങ്ങൾ ശരിയാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളാണെങ്കിൽ മതിൽ ചാടി അകത്തേക്ക് അവന്മാരെ ഉപദ്രവിക്കാൻ, ഹരിയെയും രോഹിത്തിനെയൊക്കെ ഉപദ്രവിക്കാൻ ഓടി വരുന്നുണ്ട്. പക്ഷേ പോലീസ് പിടിച്ചു നിർത്തി അയാൾ ഗേറ്റിന് പുറത്താക്കുന്നുണ്ട്. അങ്ങനെ ജനങ്ങളൊക്കെ ആകെപ്പാടെ കലിയളവിൽ നിൽക്കുകയാണ്. അങ്ങനെ തെളിവെടുപ്പൊക്കെ കഴിഞ്ഞ് പോലീസ് വാനിൽ കയറ്റി അവരെ കൊണ്ടുപോവുകയാണ്. പക്ഷേ ജനങ്ങൾ പോലീസ് വാനിൻ്റെ പുറകെ ഓടി വന്ന് വാനിലൊക്കെ ഇട്ടിടിക്കുകയാണ്. അവരെങ്ങാനും പുറത്ത് കിട്ടിക്കഴിഞ്ഞ് അവരെ കൊന്നു കളയാനുള്ള ദേഷ്യം ജനങ്ങൾക്കുണ്ട്. അങ്ങനെ അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇവിടെയാണെങ്കിൽ ശിവനും രാജീവും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഇപ്പം പോകേണ്ട, അച്ഛനും ചെറിയച്ഛനും കൂടി ഇപ്പം പോകണ്ട, അതാണ് നല്ലത്, കൊച്ചച്ഛനും കൂടി ഇപ്പോൾ പോവാതിരിക്കുന്നതേ നല്ലത്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സ്വീകരണം അത്ര ശരിയാവത്തില്ല എന്ന് പറയുകയാണ്. അങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോവുകയാണ്. രാജീവാണെങ്കിൽ ഇപ്പോൾ അവിടെ ചെന്ന് പോലീസിനെ വരട്ടെ, രോഹിത്തിനെ ഹരിയെയും ഇറക്കിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് എന്ന ഭാവത്തിലാണ് രാജീവ് പോകുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. മനു പറഞ്ഞിട്ടാണെങ്കിൽ ആരും കേൾക്കുന്നില്ല.